കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന തീരദേശ ഹർത്താൽ പുരോഗമിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ. വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ, ബോട്ട് ഉടമകൾ, മത്സ്യത്തൊഴിലാളി സമൂഹം തുടങ്ങിയവർ ഹർത്താലിന്റെ ഭാഗമാണ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ഷമീറും പൂന്തുറയിൽ നിന്നും ബിന്നിലീല സാബുവുമാണ് ചേരുന്നത്. ആദ്യം കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയും ചേരുന്നു. ആദ്യം ഷമീറിലേക്കാണ്. ഷമീർ, വളരെ കാലങ്ങളായി കൊല്ലത്ത് ഇതിൽ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ സമരം ശക്തമാക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. എന്തെല്ലാമാണ് അവരുടെ ആവശ്യങ്ങൾ? അവിടെ ഏതു രീതിയിലാണ് സമരം പുരോഗമിക്കുന്നത്? സ്വാതി, ഈ കൊല്ലം പരപ്പിലാണ് ഇത്തരത്തിലൊരു ഖനനം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കൊല്ലം പരപ്പെന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ മുതൽ ഏതാണ്ട് വർക്കല വരെ നീണ്ടുകിടക്കുന്ന ഭാഗം വലിയ മത്സ്യസമ്പത്തുള്ളൊരു മേഖല. ആ മേഖല കണ്ണുവെച്ചുകൊണ്ടാണ് കോർപ്പറേറ്റുകൾ ഇത്തരത്തിൽ മണൽ ഖനനം ആരംഭിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഖനനത്തിന് പിന്നിൽ വലിയ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നിന്ന് തന്നെ വരികയാണ്. അതായത് ഇത്തരത്തിൽ മണൽ ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ, കടലിൻ്റെ അടിത്തട്ട് തന്നെ ഇളകും, മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയും കൂട്ടക്കുരുതിക്കും കാരണമാകും, അതുപോലെ തീരശോഷണം ഉണ്ടാകും തുടങ്ങിയ നിരവധി ആശങ്കകൾ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലം തീരത്ത് നിന്ന് ആരംഭിക്കാൻ പോകുന്ന ഈ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് നടത്തുന്ന ഹർത്താലിൽ എല്ലാ മത്സ്യത്തൊഴിലാളികളും പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ 125 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് ചെറുകിട മത്സ്യബന്ധന തൊഴിലാളികളായാലും, അതുപോലെ വൻകിട മത്സ്യബന്ധന തൊഴിലാളികളായാലും, അതുപോലെ മത്സ്യബന്ധന വിപണന സ്റ്റോറേജ് കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ എന്നുവേണ്ട മുഴുവൻ മേഖലയും മത്സ്യമേഖല ഇന്നത്തെ ദിവസം സ്തംഭിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 12 മണിയോടുകൂടി ആരംഭിച്ച ഈ സമരം ഇന്ന് രാത്രി 12 മണിക്ക് സമാപിക്കും. കൊല്ലം ശക്തികുളങ്ങര ഹാർബർ, ഇപ്പോൾ എനിക്ക് പുറകെ കാണുന്നത് ശക്തികുളങ്ങര ഹാർബറാണ്. വളരെയധികം 1500-ലധികം ബോട്ടുകൾ ഈ ഹാർബറിൽ നിന്നും, തൊട്ടപ്പുറത്ത് നീണ്ടകര ഹാർബറിൽ നിന്നും 1000-ലധികം ബോട്ടുകളും ഇത്തരത്തിൽ കടലിലേക്ക് പോകുന്നു. പക്ഷേ ഇന്ന് ഒരു ബോട്ടുകളും തന്നെ കടലിലേക്ക് പോകാതെ തൊഴിലാളികളെയും മത്സ്യബന്ധന മേഖലയും ആശങ്കപ്പെടുത്തുന്ന ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയാണ്. അതുപോലെ ചെറുകിട മത്സ്യബന്ധന ഹാർബറുകളായ വാടി, മുതാക്കര, ജോനകാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ചെറുകിട പരമ്പരാഗത മത്സ്യബന്ധന ഹാർബറുകളും ഒക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ശക്തികുളങ്ങരയിൽ പ്രതിഷേധ സംഗമം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. ലത്തീൻ സഭ ഈ പ്രതിഷേധത്തെ അനുകൂലിക്കുന്നുണ്ട്. ഈ സമരത്തോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നു. അല്പസമയം മുമ്പ് സുജിത് വിജയൻപിള്ള MLA മത്സ്യത്തൊഴിലാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഇതിൽ ഇടതുപക്ഷമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല, എല്ലാവർക്കും ഒരേ ആശയമാണ്. അതായത് സംസ്ഥാന സർക്കാരിനുള്ള ആശങ്കയും അത് തന്നെയാണ്. ആ ആശങ്ക കേന്ദ്രത്തെ അറിയിക്കും. സംസ്ഥാനത്തിൻ്റെ പരിധി 12 നോട്ടിക്കൽ മൈൽ അകലെയാണ്. ആ 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് ഖനനം നടത്താനാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടിയെടുക്കും. ഇതിൽ 2 അഭിപ്രായമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്തായാലും എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും ഈ പ്രതിഷേധ സമരത്തിൽ അണിചേരുന്നുണ്ട്. ജില്ലയിലെ മുഴുവൻ മത്സ്യബന്ധന ഹാർബറുകളും അടഞ്ഞു കിടക്കുകയാണ്. എന്തായാലും ഖനനം ആരംഭിച്ചാൽ കടലിലെത്തി സമരം ചെയ്യാൻ പോലും മത്സ്യത്തൊഴിലാളികൾ തയ്യാറായിരിക്കുന്നു. ഈ ഖനനം ആദ്യം ആരംഭിക്കുന്നത് തങ്കശ്ശേരി ഭാഗത്തു നിന്നാണ്. തങ്കശ്ശേരി ഭാഗത്ത് വലിയ മത്സ്യസമ്പത്ത്, തമിഴ്നാട്ടിൽ നടക്കമുള്ള മത്സ്യബന്ധന ബോട്ടുകൾ എത്തി മത്സ്യം കൊണ്ടുപോകുന്നൊരു ഭാഗമാണ്. കരിമണലിൻ്റെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ആ മേഖലയിൽ ഖനനം ആരംഭിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. എന്തായാലും ഈ ഖനന നീക്കത്തിനെതിരെ ശക്തമായ സമരം കടലിലുമുണ്ടാകും, അതുപോലെ കരയിലും മത്സ്യബന്ധന മേഖലയിൽ ആകമാനം ഉണ്ടാകുമെന്നാണ് മത്സ്യത്തൊഴിലാളി മേഖല ഇന്ന് നടത്തുന്ന സമരത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. സ്വാതി. ശരി ഷമീർ. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. സഹിൻ, നമുക്കറിയാം കൊച്ചിയിൽ വളരെ ശക്തമായ തീരദേശ മേഖലയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഏത് രീതിയിലാണ് ഈ ഒരു പ്രതിഷേധം, ഹർത്താൽ പുരോഗമിക്കുന്നത്? എത്രമാത്രം ആളുകളാണ് അതിൽ പങ്കാളികളാകുന്നത്? അവരുടെ ആവശ്യങ്ങളൊക്കെ ഏതു രീതിയിലാണ്? സഹിനിലേക്ക് വരാൻ ഇപ്പോൾ കെ മുരളീധരൻ പ്രതികരിക്കുന്നു. നടന്നിട്ടുള്ള ഒരു ലക്ഷണം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഈ വാർത്ത വന്നു എനിക്കറിയാം. അല്ല, അതൊക്കെ ഹൈക്കമാൻഡ് നോക്കും ആ കാര്യങ്ങൾ. അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ദേശീയ നേതൃത്വ കാര്യത്തിൽ നോക്കി വേണ്ട പോലെ തീരുമാനം എടുത്തോളും. ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട്. എല്ലായിടത്തും വാർഡ് തലത്തിൽ കുടുംബ സംഗമങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല ജനപങ്കാളിത്തമുണ്ട്.
ഇങ്ങനെ ഒരു ചർച്ച എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഇതൊരു അനാവശ്യ ചർച്ചയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നേതാക്കന്മാരെ സ്വയം പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തരൂർ എന്ന് പറയുന്നത് എനിക്കാണ് ജനസമ്മതി കൂടുതൽ, ആദ്യം ജയിച്ചു വരട്ടെ. ആദ്യം നമുക്ക് ജയിക്കുക, ഇലക്ഷൻ ജയിക്കുക. ആദ്യം ലോക്കൽ ബോഡി ജയിക്കുക, പിന്നെ അസംബ്ലി ജയിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം നോക്കി ഹൈക്കമാൻഡ് ചെയ്തോളും. അതിലൊന്നും ആരും വറീഡാവേണ്ട കാര്യമില്ല. KPCC പുനഃസംഘടനയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഒരേ അഭിപ്രായം, ഒരേ പ്രതികരണം തന്നെയാണ് പങ്കുവെക്കുന്നത്. K. മുരളീധരനും അതുതന്നെയാണ് പറയുന്നത്. നിലവിൽ അത്തരം ചർച്ചകളൊന്നുമില്ല, വെറും അഭ്യൂഹം മാത്രമാണ് എന്നുള്ളതാണ്. K. സുധാകരൻ ഇപ്പോൾ എന്നാൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ഇക്കാര്യത്തിൽ. VD സതീശനും രമേശ് ചെന്നിത്തലയും K. മുരളീധരനും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. പ്രചരിക്കുന്നത് അഭ്യൂഹം മാത്രം എന്നുള്ളതാണ്. പ്രചരിക്കുന്ന വാർത്തകളെല്ലാം നേതാക്കൾ തള്ളുകയാണ്. ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് നേതാക്കൾ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. K. സുധാകരൻ എന്നാൽ ഇത് സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കാൻ തയ്യാറാകാതെ പോകുകയാണ് ചെയ്തത്. കടൽമണൽ ഖനനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഒരു തീരദേശ ഹർത്താൽ പുരോഗമിക്കുകയാണ്. കൊച്ചിയിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. സഹിൻ ആന്റണിയാണ് അവിടെ നിന്നും ആ വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, കൊച്ചിയിലും വലിയ തരത്തിൽ തീരദേശം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഏത് തരത്തിലാണ് ഈ ഒരു പ്രതിഷേധം, ഹർത്താൽ പുരോഗമിക്കുന്നത്? മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം. പ്രത്യേകിച്ചും കൊച്ചിയിലെ വിവിധ ഭാഗങ്ങൾ, പറവൂര്, വൈപ്പിൻ, ചെല്ലാനം, ഫോർട്ട് കൊച്ചി തുടങ്ങിയിടങ്ങളിലെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികൾ ഏറെയുണ്ട്. അവരെല്ലാവരും തന്നെ ഇന്ന് ഹർത്താലിന്റെ ഭാഗമായി ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആരും തന്നെ ഇന്ന് അവരുടെ വള്ളങ്ങൾ കടലിൽ ഇറക്കിയിട്ടില്ല. മാത്രമല്ല, ഇവിടെ ഫീലിംഗ് ഷെഡുകൾ അടക്കമുള്ളവ അടഞ്ഞു കിടക്കുകയാണ്. മത്സ്യ വിൽപ്പന കേന്ദ്രങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. അതായത് മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായിട്ടും ഈ സമരത്തോട് യോജിക്കുന്നു. എല്ലാ തൊഴിലാളികളും തന്നെ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കടൽ മണൽ ഖനനം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് മത്സ്യസമ്പത്തിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ള ഒരു വാദമാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും കടൽ മണൽ ഖനനം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ വൈപ്പിൻ കാളമുക്കിലാണ് നമ്മളുള്ളത്. ഈ കാളമുക്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ മുനമ്പത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളങ്ങളെല്ലാം തന്നെ കടൽ ഇറക്കി, പ്രതീകാത്മകമായി കടലിലിറക്കിക്കൊണ്ട് സമരം നയിക്കും. ഇന്ന് ഉച്ചവരെ ഈ സമരം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഒപ്പം തന്നെ ഇത്തരം സമരവുമായി സർക്കാർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഏത് വിധേനയും ചെറുക്കുമെന്നുള്ളത് തന്നെയാണ് മത്സ്യത്തൊഴിലാളി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം. ആ ജില്ലയിലും സമരം പൂർണ്ണമാണ്, ശക്തമാണ്. ശരി സഹിൻ, തിരുവനന്തപുരത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ബിനിലാണ് തിരുവനന്തപുരത്ത് നിന്നും പൂന്തുറയിൽ നിന്നും ചേരുന്നത്. ബിനിൽ, നമുക്കറിയാം ഇപ്പോൾ കൊച്ചിയിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും വലിയ തരത്തിൽ മത്സ്യത്തൊഴിലാളികളുള്ള ഒരു സ്ഥലമാണ്. തീരദേശ മേഖല കൂടുതലായുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടെ ഏതു രീതിയിലാണ് ഈ ഒരു പ്രതിഷേധം പുരോഗമിക്കുന്നത്? വിഴിഞ്ഞം, പൂവ, പെരുമാതുറ അടക്കമുള്ള പ്രധാനപ്പെട്ട മത്സ്യ വിപണന മേഖലയുള്ള സ്ഥലമാണ്. അവിടെ ഒന്നും ഒരു വള്ളവും ഒരു ബോട്ടും ഇന്ന് കടലിലേക്ക് പോയിട്ടില്ല. എല്ലാ തൊഴിലാളികളും ഈ സമരത്തിന്, ഹർത്താലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലത്തീൻ സഭയും ധീവര സമുദായവും അടക്കമുള്ള അങ്ങനെ വിവിധ സമുദായ സംഘടനകളും മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് ഒരു വിശദീകരണ യോഗം നടക്കുകയാണ്. ലത്തീൻ സഭയുടെ വികാരി ജനറൽ യൂജിൻ പെരേരയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഈ നിയമം അല്ലെങ്കിൽ ഈ തീരുമാനം പിൻവലിക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും. ഇതൊരു സൂചനാ പണിമുടക്കാണ്, ഇല്ലെങ്കിൽ സൂചനാ ഹർത്താലാണ് നടത്തുന്നത്. ഈ നിയമം പിൻവലിച്ചില്ലെങ്കിൽ, തീരുമാനം പിന്നോട്ട് പോയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. മാത്രമല്ല, അടുത്ത മാസം 12-ന് ഡൽഹിയിലേക്ക് പാർലമെന്റ് മാർച്ച് അടക്കം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലെന്തായാലും വലിയ പിന്തുണ ഈ ഹർത്താലിന് ലഭിക്കുന്നുണ്ട്. സ്വാതി. ശരി ബിനിൽ, സംസ്ഥാന വ്യാപകമായി മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഹർത്താൽ നടക്കുകയാണ്. കടൽ മണൽ ഖനനത്തിനെതിരെ വലിയ തരത്തിലുള്ള പിന്തുണയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. തീരദേശ ഹർത്താലാണ്. മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ നടക്കുന്നത്. വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ, ബോട്ട് ഉടമകൾ, മത്സ്യത്തൊഴിലാളി സമൂഹം തുടങ്ങിയവർ ഹർത്താലിൻ്റെ ഭാഗമാണ്. സംസ്ഥാനത്ത് മുഴുവൻ എല്ലാ ഭാഗത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധം, ഹർത്താൽ ശക്തമായി തന്നെയാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടർമാർ നൽകിയ വിവരം.